ശബരിമല സന്നിധാനത്ത് ഭീതി പരത്തിയ മൂർഖൻ പാമ്പിനെ വനപാലകർ പിടികൂടി. ദേവസ്വം മെസ്സിന് സമീപത്തെ സ്ലാബിനടിയിൽ നിന്നാണ് മൂർഖനെ പിടികൂടിയത്. പാമ്പിനെ ആദ്യം കണ്ടത് താൽക്കാലിക ജീവനക്കാർ. പാലക്കാട് തൃത്താല ആറങ്ങോട്ടുകര പാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. തിരുമിറ്റക്കോടിന് സമീപം ദുബായ് റോഡ് വളവിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ചാലക്കുടി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതര പരിക്ക്. പാലക്കാട് സ്വദേശി വിഷ്ണുദാസിനാണ് പരിക്കേറ്റത്. അപകടം എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പിറകിലിടിച്ചു. കൊല്ലം പള്ളിമുക്കിലെ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്ക്. റോഡ് മുറിച്ചു കടക്കവേ ഓട്ടോറിക്ഷയിൽ തട്ടി റോഡിലേക്ക് വീണ ഇവരെ പിന്നാലെ വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിന് താഴെ 2 ഇരുചക്ര വാഹനങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഹനങ്ങൾ മോഷ്ടിച്ചതാണോ എന്ന സംശയം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ചായക്കട കുത്തിത്തുറന്ന് പണം കവർന്നു. മേത്തല സ്വദേശി സുനിലിന്റെ ചായക്കടയിലാണ് മോഷണം. പെട്ടിയിലുണ്ടായിരുന്ന ചില്ലറ നാണയങ്ങൾ മോഷണം പോയി. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ നാട്ടരാഗത്തിൽ കച്ചേരി അവതരിപ്പിച്ച ജയശ്രീ രാജീവ്. സംഗീതോത്സവത്തിന്റെ 3ാം ദിവസത്തെ ആദ്യ വിശേഷാൽ കച്ചേരിയായിരുന്നു ജയശ്രീ രാജീവിന്റേത്. തിരുവനന്തപുരം പനവൂരിൽ സ്ത്രീകളുടെ കലാസാംസ്കാരിക കൂട്ടായ്മയായ വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചു. ജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് എഴുത്തുകാരി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളിനെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥി നിരപരാധിയാണെന്ന് KSU. യഥാർത്ഥ പ്രതിയെ പിടികൂടാതെ നിരപരാധിയായ KSU നേതാവായ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത കാട്ടാക്കട പോലീസിന്റെ നടപടിക്കെതിരെ KSU പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ എടത്വ നദീതീര സൗന്ദര്യവൽക്കരണ യജ്ഞത്തിന് തുടക്കം. യജ്ഞം ലയൺസ് ക്ലബ് ഓഫ് എടത്വ ടൗണിന്റെയും ജോർജിയൻ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ. സിനിമാ താരം ഉല്ലാസ് പന്തളം ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ആകർഷിക്കുന്ന രീതിയിൽ നദീതീരം സൗന്ദര്യവൽക്കരിക്കുക ലക്ഷ്യം. ഹൈബ്രിഡ് പച്ചക്കറി തോട്ടമൊരുക്കി പാലക്കാട് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ. തൈകൾ ഒരുക്കിയത് സ്കൂളിലെ ഗ്രീൻ ഹൌസ് ടെക്നോളജി വിഭാഗം. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത നേതൃത്വം നൽകി. തൃശൂർ പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ അത്ലറ്റുകളെ അനുമോദിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ കായികോത്സവത്തിൽ റണ്ണറപ്പായ വിദ്യാർത്ഥികളെയാണ് PTIയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചത്. ആലപ്പുഴ പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ബെനറ്റ് MV കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.